കവിയുടെ മനസ്സ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളോട് അല്ലെങ്കിൽ അതിലെ സംഭവങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഒരു കവി അഥവാ കവിത ജനിക്കാറുള്ളത് എന്നൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. അത്തരമുള്ള ഒരു പ്രചോദനമാണോ സാറിന് ഈ ഒരു അവസ്ഥയിലേക്കും കൊണ്ട് എത്തിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സാഹിത്യ രചനാ രംഗത്തേക്ക് വരാനുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നു? അതിന് ലളിതമായി പറഞ്ഞാൽ കുട്ടിക്കാലത്തെ വായനയിൽ ഒരു വല്ലാത്ത കൗതുകം ഉണ്ടായിരുന്നു. അപ്പം അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള ജീവിതം, ഗ്രാമത്തിൻ്റെ സൗന്ദര്യം, അതിനെയൊക്കെ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുകയും വല്ലാതെ ഒന്ന് ആരാധിക്കുന്ന ആ ഒരു തലത്തിൽ ഗ്രാമത്തിൻ്റെ ഉത്സവങ്ങൾ, അതുപോലെ പുഴകളെയും പൂക്കളെയും മലകളെയും ഒക്കെ മനസ്സിൽ വെച്ച് പ്രകൃതിയുടെ ഗ്രാമത്തിന്റെ ആ ഒരു നിഷ്കളങ്കത കാലം മുതൽക്കേ മനസ്സിലങ്ങനെ രൂഢമൂലമായിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ വായനയുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് ആദ്യം തുടങ്ങുന്നത്. അത് ശരി. എന്നിട്ട് അത് ഈ പറഞ്ഞ കുമാരനാശാന്റെ സമ്പൂർണ്ണ കൃതികൾ അതിലേക്കൊക്കെ വളർന്ന് വികസിച്ചു. അത് വീട്ടിൽ തന്നെ അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ള, കാരണം സർവകലാശാല വിദ്യാർത്ഥികളായിട്ടിരുന്നതിൻ്റെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു സ്വാധീനവും ഒക്കെ വായനയിൽ ഇത് നമ്മുടെ ആ ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു സ്വാധീനം നമുക്ക് സാറിൻ്റെ ആ കവിതകളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം പ്രകൃതിയെ തന്നെ വിഷയങ്ങളാക്കിയിട്ടാണ് അധികം കവിതകളും രചിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം കാടും കാട്ടാറും അതുപോലെ തന്നെ അവിടുത്തെ ചന്ദ്രനും ചന്ദ്രികയും താരകങ്ങളും ഒക്കെ സാറിന്റെ കവിതയ്ക്ക് വിഷയങ്ങളായിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയോടുള്ള ഒരു ഇഴുകിച്ചേരൽ തന്റെ ആയിട്ടുള്ള ഒരു സംവാദം, ഒരു ആശയവിനിമയം, ആ ഒരു പ്രകൃതിയും അതുപോലെ നമ്മുടെ പക്ഷി മൃഗാദികളും ഒക്കെ അതിനകത്ത് കഥാപാത്രങ്ങളായിട്ടും ഒക്കെ വരുന്നുണ്ട് പല കാര്യങ്ങളിലും. പിന്നീട് നമ്മുടെ ഓണനാട്ടുകര എന്നാണ് പേരിൽ ഒരു കവിതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പേരിൽ ഇങ്ങനെ വന്നത്. ഓണാട്ടുകരയുടെ ഒരു താളബോധം, അതായത് നമ്മുടെ ഉത്സവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വഞ്ചിപ്പാട്ടിൻ്റെയും അതുപോലെ പിന്നെ നമ്മുടെ തായമ്പകയുടെയും ഒക്കെ ഒരു പിന്നെ തനതായിട്ട് ഈ പകർന്നു കിട്ടിയ ഒരു താളബോധം. അപ്പം എൻ്റെ കവിതകളിൽ പ്രധാനമായിട്ട് ഭാഷയേക്കാൾ കൂടുതൽ സംഗീതവും ശബ്ദവുമാണ് എന്ന് അതിൻ്റെ അവതാരിക എഴുതിയ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ കവി ശ്രീ ഇഞ്ചക്കാട് ബാലേന്ദ്ര സാർ തന്നെ അതെന്നെ സംബന്ധിച്ചൊരു വലിയ ഒരു പ്രശംസയായിട്ട് തന്നെ അത് ഞാൻ കാണുന്നു. അപ്പൊ രചനാ സമയത്ത് തന്നെ ഒരു താളബോധം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ. അപ്പൊ അതാണ് എഴുതാനുള്ള പ്രചോദനം ഇത്തരത്തിൽ തന്നതാണ്. പിന്നെ പുതിയ നമ്മുടെ ഓരോ ആനുകാലിക സംഭവങ്ങൾ ഈ കവിതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് നവീന മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രചോദനങ്ങൾ, നവീന മാധ്യമങ്ങളിലെ കവിതാ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ധാരാളം. അപ്പോൾ എനിക്ക് തന്നെ ഏതാണ്ടൊരു 50ഓളം ഗ്രൂപ്പുകൾ. അപ്പോൾ അതിനകത്ത് എല്ലാത്തിലും ഈ പറഞ്ഞ സജീവമായിട്ടൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് കവിതാ മത്സരങ്ങൾ പോലും ആഴ്ചയിൽ ഒരു ദിവസം സമാന ചിന്താഗതിക്കാരുമായുള്ള ഒരു സമാഗമം അത് നമുക്ക് കൂടുതൽ പ്രേരണയും പ്രചോദനവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാത്രമല്ല കവിതാ ചർച്ചകൾ, പിന്നെ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ, അതൊക്കെ ഈ നവീന മാധ്യമങ്ങളിൽ അതിനകത്തൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ ഈ പറഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ആ കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയം വളരെ ഭംഗിയായിട്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു, ഉപയോഗിക്കാൻ സാധിച്ചു. അതിജീവനത്തിന്റെ ഒരു കാലമാണെങ്കിൽ പോലും അതിനെ ഉപയോഗിക്കാനായിട്ട് അത് നമ്മുടെ ഈ സാഹിത്യ ജീവിതത്തിന് അല്ലെങ്കിൽ ആ ഒരു സർഗ സൃഷ്ടിക്ക് അത് സഹായകമായിട്ടുണ്ട് ആ ഒരു കാലഘട്ടം, അല്ലേ? തീർച്ചയായിട്ടും. പിന്നീട് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരിഷ്കാര ഗ്രന്ഥശാല, അപ്പം അതിൻ്റെ പിന്നെ ആവിർഭാവം പോലെ അതിൻ്റെ രജത ജൂബിലി വർഷമാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു വേദിയിൽ വെച്ച് തന്നെ ഇത് പ്രകാശനം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ വായനയ്ക്ക്
ഒരുപാട് അവസരങ്ങൾ ആഴത്തിൽ വായിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരങ്ങൾ പരിഷ്കാര ഗ്രന്ഥശാല ഒരുക്കി തന്നിട്ടുണ്ട്. അതിലുപോലെ അതിലെ പ്രവർത്തകർ. അപ്പോൾ അതിലെ പ്രവർത്തകരെന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും സ്വാധീനിച്ച ചില വ്യക്തിത്വങ്ങളുണ്ട്. അതും ഈ പറഞ്ഞ നമ്മുടെ ഒരു അഭിമുഖത്തിൽ അതും പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ആള് ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി എന്ന് പറയുന്ന ഗുരുതുല്യനായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിത്വം. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകളുണ്ട്, അടുത്ത സുഹൃത്തുക്കൾ. ഈ പറഞ്ഞ ഒരു കവിത എഴുതിയിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അത് പങ്കുവെക്കുമ്പോൾ അതിനെ ഒന്ന് ഒരു ലൈക്ക് ഇട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇട്ടോ ഒക്കെ അഭിനന്ദിച്ച് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റാണ്, അല്ലെങ്കിൽ ഒരു പ്രയോഗം അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മുടെ പ്രദേശത്ത് തന്നെ, നമ്മുടെ ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കവിതാ ഗ്രൂപ്പുകൾ, അത് കൂടുതലും ഗ്രൂപ്പുകളിലൊക്കെ ഈ റിട്ടയർഡ് അധ്യാപകർ, കോളേജ് പ്രൊഫസേഴ്സ്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ അത്തരം ഒരു ആദ്യത്തെ ഈ ഒരു സംരംഭം തന്നെ ഇത്തരം ഒരു വേദിയിൽ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു നിയോഗം തന്നെ ആയിരിക്കാം. കാരണം ഒരു അക്ഷരപ്പുരയുടെ, അതും അതിന്റെ രജത ജൂബിലി, ആ രജത ജൂബിലിയുടെ സമ്മേളനത്തിൽ ഇതേപോലെ ഈ അക്ഷരത്തെ സ്നേഹിക്കുന്ന കുറേ അധികം കലാകാരന്മാരുടെ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഷാജി സോപാനത്തിന്റെ ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ വായനയിൽ നിന്ന് ഒരു നല്ല വിഭാഗം അകലുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും പുതിയൊരു തലമുറ എന്ന് പറയുമ്പോൾ അവർ ഈ നവമാധ്യമങ്ങളുടെ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും അവർ ഈ നേരിട്ടുള്ള വായനയിൽ നിന്ന്, ഈ വായനയും മറ്റും അവർക്കുണ്ട്, ഈ റീഡിങ്ങിലാണ് അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നതെങ്കിലും ആ പുസ്തകപ്പുരയിലേക്ക് അടുക്കാനുള്ള അവരുടെ ആ ഒരു താല്പര്യ കുറവ്, പുസ്തകപ്പുരയിലേക്ക് അടുക്കാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു കുറവ് സാറിൻ്റെ ഈ സാഹിത്യകൃതി അത് പരിഹരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ ചെയ്യാനായിട്ട് അതിനെ സംബന്ധിച്ച് ഒരു വലിയ ആശങ്കയോടെയാണ് നമ്മൾ ഇന്നത്തെ ലോകം, വിശേഷിച്ചും നമ്മുടെ മാധ്യമ ലോകവും അതുപോലെ തന്നെ നമ്മുടെ ബൗദ്ധിക ലോകവും അതിനെ വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. കാരണം ഒരു 30 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരൊന്നും ഇത്തരം ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആ ഒരു തരത്തിൽ വ്യക്തിത്വങ്ങളായി അവരൊരു പുതിയ ലോകത്തിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ട്, അതിനെ ഒന്നും ഏറ്റെടുത്ത് കൊണ്ടുപോയി ഇത്തരം ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ പണ്ട് പഴയ കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ക്ലബ്ബുകൾ, ഈ പറഞ്ഞ അപ്രത്യക്ഷമായി അതിന്റെ ഒന്നും, അപ്പൊ അതിന്റെയൊക്കെ ഒരു കുറവ്, യഥാർത്ഥത്തിൽ സമൂഹത്തിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടായതിനെയൊക്കെ പരിഹരിച്ചിരുന്ന വേദികളായിരുന്നു ഗ്രന്ഥശാലകൾ, അത്തരത്തിലുള്ള യുവാക്കളുടെ കൂട്ടായ്മകൾ. പക്ഷെ ഇപ്പോൾ അത് ഇല്ലാത്തത് സമൂഹത്തിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒക്കെ സംബന്ധിച്ച് വളരെ ആശങ്കയോടെയാണ് നമ്മൾ കാണുന്നതും. അപ്പോൾ അതുപോലെ തന്നെ ലഹരിയുടെ, എനിക്ക് അതിനെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. കാരണം ഇത് ലഹരിയുടെയും അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളുടെ, ഇപ്പം ഈ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 5 പേര് ഒരു സ്ഥലത്തിരുന്നാൽ അതിനകത്ത് ഒരു 4 പേരുടെ കയ്യിലും മൊബൈൽ കാണും. അവരെ സംബന്ധിച്ച് സംഭാഷണം ഇല്ല, ഈ ഫോണിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം ആ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രചനകളും സാറിന്റെ സമാഹാരത്തിൽ ഇടയ്ക്ക് പിന്നെ നവമാധ്യമങ്ങളോട് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു യുവതലമുറയെ അതിൽ നിന്ന് ശരിക്കുമുള്ള നമ്മുടെ ലഹരി നമുക്ക് ആവശ്യമാണെന്നും ആ ലഹരി ശരിക്ക് മറ്റുള്ളവയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ലഹരി വായനയിലൂടെ ലഭിക്കും എന്നുള്ളൊരു വലിയ സന്ദേശം സാറിൻ്റെ ആ ചില സാഹിത്യകൃതികൾ, അങ്ങനെ ആ കവിതകൾ വായിച്ചപ്പോൾ നമുക്ക് അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുന്ന ഒരു വലിയ ഗുണപാഠവും വരും തലമുറയ്ക്കുള്ള ഒരു വഴികാട്ടലും കൂടിയാണ് അത്തരം. തീർച്ചയായിട്ടും സാറേ, അത് അറിവാണ് ലഹരി തീർച്ചയായിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ ഇത്തരം അപജയങ്ങൾക്കെതിരായിട്ട് ലഹരി, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരെ പടർന്ന് പിടിച്ചിട്ടുള്ള മറ്റ് തരത്തിലുള്ള ബൗദ്ധികമായ ആ ഒരു അത്തരം അവസ്ഥകളെ സംബന്ധിച്ച് എൻ്റെ എഴുത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ സാറിൻ്റെ ആ കലാകാലങ്ങളിലുള്ള ഈ നവമാധ്യമങ്ങളിലൂടെ അത് ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. സാറിപ്പോൾ സാറിൻ്റെ ആ കവിതകൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഓമനത്തിങ്കൾ കിടാവോളം ഒരു ഉല്ലേഖ കൽപ്പനകളിലൊന്നും അത്രത്തോളം മികച്ചു നിൽക്കുന്നില്ല എങ്കിൽ പോലും
ആ കവിതകളിൽ എവിടെയൊക്കെയോ ഒരു മാതൃത്വത്തിന്റെ ഒരു ലാളനയുടെ ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരു രക്ഷകർത്താവിന്റെ അധികാരത്തോടുള്ള തീർച്ചയായും ശാസനകൾ അതിലുണ്ടാകാറുണ്ട്. പിന്നെ മറ്റൊന്ന് അതിനകത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ചില നഷ്ടബോധങ്ങളെക്കുറിച്ചുള്ള വിലാപങ്ങൾ അതിനകത്തുണ്ട്. കാരണം നമുക്ക് ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു. ആ നല്ല കാലങ്ങളിൽ മനുഷ്യന് ഒരു സമത, അല്ലെങ്കിൽ മനുഷ്യൻ ഒന്നാണ്, അവിടെയുള്ള വിഭാഗീയതകളില്ലാതെ ആ ഒരു സമത അത് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിലാപം സാറിൻ്റെ ഏതോ കവിതകളിൽ ഞാൻ അങ്ങനെ, അതുപോലെ തന്നെ ആ സമത്വത്തെ വിളംബരം ചെയ്യുന്ന ഓണനിലാവ് പോലെയുള്ള ഓണനിലാവിനെ പ്രകീർത്തിക്കുന്ന അത്തരം ചില കവിതകളൊക്കെ. അപ്പോൾ ഇത് ആ ഒരു തലത്തിലൂടെ മാത്രം ആണോ സാറിൻ്റെ കവിതകൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ലാളനയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒക്കെ ആ ഒരു തലത്തിലൂടെ പോകുന്നത് കൊണ്ടാണോ അതിന് ശരിക്കും ഒരു നൂപുര ധ്വനി എന്ന ഒരു പേര് തന്നെ, ഒരു പാദസരത്തിന്റെ കിലുക്കം എന്ന ഒരു നിലയിലൂടെ തന്നെയാണോ പോകുന്നത്, അതോ മറ്റെന്തെങ്കിലും ഗൗരവമുള്ള വിഷയങ്ങൾ? ഞാൻ നേരത്തെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. നമ്മുടെ ഈ കലാപരമായ നമ്മുടെ ഈ പ്രദേശത്ത് ഓണാട്ടുകരയ്ക്കും ഒക്കെ പ്രധാനമായിട്ടും കലാപരമായിട്ട് നമ്മൾ മറ്റുള്ള സമൂഹങ്ങളെക്കാൾ, ഇതര സമൂഹങ്ങളെക്കാൾ നമ്മൾ കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. തീർച്ചയായിട്ടും. അതുപോലെ നാടൻ കലാകൾ, ഓണാട്ടുകരയ്ക്ക് തനതായിട്ടുള്ള ചില കലാരൂപങ്ങൾ, ഈ വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ ചില തനത് കലാരൂപങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഓച്ചറക്കളി, അപ്പം അത് കലയായി കായികവും ഒക്കെയായിട്ട് ചേർന്ന മേളിക്കുന്ന ഒന്നാണ്. അപ്പം അതുപോലെയുള്ള ഈ സംഭവം അതിനെയൊക്കെ കോർത്തിണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നൂപുരധ്വനി എന്ന് പറഞ്ഞ് ആ പേരിൽ തന്നെ ഒരു കവിത, അത് വളരെ കൂടുതലേ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആൽബം പുറത്തിറക്കിയായിരുന്നു. അത് യൂട്യൂബിലും ഒക്കെ വന്നു, വളരെ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു. അപ്പം എന്താണ് അത്, പിന്നെ ഇതിൻ്റെ ഈ കവിതാ സമാഹാരത്തിൻ്റെ പേരും ഭാഗ്യവശാൽ ഏതാണ്ട് അങ്ങനെ തന്നെ വന്നു എന്നുള്ളതാണ്.